ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ പരിപാടിയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ ചെറുതായിട്ട് ഒരു ഫ്രീ സമയം കിട്ടിയപ്പോൾ നമുക്ക് ഒരു ചലഞ്ച് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ. ഞാനാണെങ്കിൽ ഗസ്റ്റ് ചലഞ്ചാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ളത് നമുക്ക് ഗസ് ചെയ്യാം ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് ഇടാം. ഗൈസ്, ആദ്യത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൊക്കെ കണ്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ചേട്ടൻ ആണെന്നാണ് തോന്നണേ. പുള്ളിയുടെ പേര് ഇന്ദ്രജിത്ത് ആണെന്നാണ് തോന്നണേ. എന്തായാലും നമുക്ക് നോക്കാം. ശരി തന്നെ ഗൈസ്, ഇന്ദ്രജിത്ത് തന്നെ. അടുത്തത് വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു പ്രണവ് മോഹൻലാൽ ആണെന്നാണ് തോന്നണേ. കണ്ണും പിന്നെ ഏകദേശം ഒരു മുടിയൊക്കെ കണ്ടിട്ട് പ്രണവ് മോഹൻലാൽ ആണെന്നാണ് തോന്നണേ. എന്തായാലും നമുക്ക് നോക്കാം. ഒരു ഗൈസ് സണ്ണി വെയിനായി പോയി, കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം ഗൈസ്. ഗൈസ് അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി എന്നാണ് തോന്നണേ. വേറെ കൺഫേം അല്ല, എന്തായാലും നോക്കി വെക്കാം. മമ്മൂട്ടിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കറക്റ്റ് ആൻസർ ഗൈസ്, മമ്മൂട്ടി. അടുത്ത് വന്നിട്ടുണ്ട്. ഈ കണ്ണും ഈ ഒരു പഴഞ്ചൻ ലുക്ക് കണ്ടിട്ട് എനിക്ക് തോന്നണില്ല ആരാണെന്ന് അറിഞ്ഞിട ഗൈസ്. എന്നാലും ഇതാരായിരിക്കും? എന്തായാലും ഞാൻ ഇതില് ഗസ് ചെയ്യണില്ല ഗൈസ്. ഓഹോ, ഫഹദ് ഫാസിലാണോ? ഈ ഇത്ര രൂപം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എന്നാലും അടുത്തേൽ പിടിക്കാൻ ഗൈസ്. അടുത്ത് വന്നിട്ടുണ്ട് ബിജു മേനോൻ. പുള്ളിയുടെ ഹെയർ കട്ട് മിക്ക സിനിമയിലും ഏകദേശം ഇതേപോലെ തന്നെ. യെസ് ഗൈസ്, ബിജു മേനോൻ തന്നെ ഗൈസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഗൈസ്. അടുത്തത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടൊവിനോ തോമസ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ല ഗൈസ്, കുഞ്ചാക്കോ ബോബനായിരുന്നു. ഞാൻ ഈ ഫോട്ടോ എവിടെ കണ്ടിട്ടുണ്ട്. ഏതില് ടൊവിനോ തോമസ് ഇതേപോലെ മുടി വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്ത് കുഴപ്പമില്ല ഗൈസ്, അടുത്തേൽ പിടിക്കാം. കുറെ നേരം കൊണ്ട് പിടിക്കും. അടുത്തേലെങ്കിലും കിട്ടിയാൽ കിട്ടി ഗൈസ്. അടുത്ത് വന്നിട്ടുണ്ട്. അടുത്തത് കണ്ടിട്ടൊരു പിടിയും ഇല്ല. ആരായിരിക്കും? കണ്ടിട്ടൊരു പിടിയില്ല ഗൈസ്. എന്നാലും നോക്കാം. അജു വർഗീസ് ആയിരുന്നു. പുള്ളിയുടെ കണ്ണും മുടിയും ഒന്നും കണ്ടിട്ട് മനസ്സിലായില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ. അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും പ്രണവ് മോഹൻലാലാണെന്നാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു, കിട്ടിയില്ല. പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നോക്കാം. പ്രണവ് മോഹൻലാൽ ലോക്ക് ചെയ്തു. ആ പ്രണവിനെ അങ്ങെടുത്ത് മാറ്റി ഗൈസ്. മോഹൻലാലായി പോയി. ഇതിന് ഫോട്ടോയാണ് ഇത്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജഗദീഷ് അപ്പുക്കുട്ടൻ. കറക്റ്റ് ആണ് ഗൈസ്. അടുത്ത് വന്നിട്ടുണ്ട്. ഈ കണ്ണും മുടിയും കണ്ടിട്ട് ചെവിയും കണ്ടിട്ട് എനിക്ക് പിടി കിട്ടണില്ല. എന്നാലും ആരായിരിക്കും? ഓ, ഉണ്ണിമുതൻ. കണ്ടിട്ട് മനസ്സിലായില്ല ഗൈസ്. ഇതിലെല്ലാം മിക്കതും ചിലത് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും തട്ടിക്കുട്ടി ഒരു വീഡിയോ ആണ്, നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് ഇതിനെ അടിപൊളിയാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്.
അപ്പൊ ഇതുവഴി സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഇതേപോലുള്ള ചലഞ്ച് വീഡിയോ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ്. അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തൊരു കിടിലം ലൈഫ് സ്റ്റൈൽ ബ്ലോഗും ചലഞ്ച് വീഡിയോയും അങ്ങനത്തെ എന്റർടൈൻമെന്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.